ഓക്കെ, അപ്പോൾ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചു. ഇനി ഒരു 5 റൂൾസാണ് ഡിഫറൻഷിയേഷൻ്റെ നമ്മൾ പറയാൻ പോണേ, അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോണേ. അതിൽ ആദ്യത്തെ റൂള് സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ, സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിൻ്റെ ഡെറിവേറ്റീവ്. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം 1 ആണ്. 2x എന്നാണ് ചോദ്യമെങ്കിൽ 2x എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്, എക്സ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷനെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എടുക്കുന്നു. ഓക്കെ, അതുപോലെ ഇഫ് യു ഹാവ് ഡെറിവേറ്റീവ്, നിങ്ങൾക്ക് അറിയാം ഒരു ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് k ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, y ഈസ് ഈക്വൽ ടു k ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ആണ്. ആൻഡ് യു ഹാവ് k ഇൻറ്റു എഫ് ഓഫ് എക്സ്, ദെൻ ദ ഡെറിവേറ്റീവ് ഇസ് ടേക്ക് ദിസ് k ഔട്ട്സൈഡ്, k അങ്ങനെ തന്നെ എടുക്കുന്നു, എന്നിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. ഓക്കെ, എഫ് ഡാഷ് എക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഞാനിവിടെ എഫ് ഡാഷ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എക്സ് ഇസ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ടോ, ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുകയാണ് ഞാൻ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതിക്കണം. ഓക്കെ, സോ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്താൽ മാത്രം മതി. ദിസ് ഇസ് ദി ഫസ്റ്റ് റൂൾ, ദിസ് ഇസ് ദി ഫസ്റ്റ് റൂൾ, സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ റൂൾ. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ചോദ്യം ഇങ്ങനെയാണ്, y ഈസ് ഈക്വൽ ടു സം 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. സോ വാട്ട് ഇസ് ഡെറിവേറ്റീവ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് 2, അങ്ങനെ തന്നെ എഴുതി ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഓക്കെ, 2 പുറത്തേക്ക് എടുത്ത് എഴുതി ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ദിസ് ഇസ് ദി ആൻസർ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, ഞാൻ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം അല്ലേ, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന എക്സ് ക്യൂബ് അല്ല, y ഈസ് ഈക്വൽ ടു സേ 2x ക്യൂബ് എന്നാണ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 പുറത്തേക്ക് എഴുതി 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. Okay, so 2 into derivative of x cube is 3x square. So you will get 6x square as the answer. ഇതാണ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിൻ്റെ ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിൻ്റെയും ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ആ കോൺസ്റ്റന്റിനെ അങ്ങനെ തന്നെ പുറത്തേക്ക് എഴുതുന്നു, ദെൻ ദാറ്റ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് റൂൾ, സെക്കൻഡ് റൂൾ പറയുന്നത് സം അല്ലെങ്കിൽ ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവ്. Second one, sum or difference of the functions. Sum or difference. Rule idana, you have a function f of x and another function g of x. f of x ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, g of x ന്റെ ഡെറിവേറ്റീവും നിങ്ങൾക്ക് അറിയാം. സേ f of x ന്റെ ഡെറിവേറ്റീവ് f ഡാഷ് x ആണ്, g of x ന്റെ ഡെറിവേറ്റീവ് g ഡാഷ് x ആണ്, രണ്ടും അറിയാമെന്ന് വിചാരിക്കാം. നിങ്ങളോട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y എന്ന് പറയുന്നത് f of x plus g of x ആണ്. Then your derivative dy by dx will be f ന്റെ ഡെറിവേറ്റീവ് എഴുതുന്നു പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് എഴുതുന്നു, സം ഓഫ് ദി ഡെറിവേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് റൂള്? ഡെറിവേറ്റീവ് ഓഫ് എ സം ഇസ് ദി സം ഓഫ് ദി ഡെറിവേറ്റീവ്സ്. ഇത് തന്നെയാണ് ഡിഫറൻസിനും. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നായിരുന്നു y എങ്കിൽ ഡെറിവേറ്റീവ് വിൽ ബി എഫ് ഡാഷ് എക്സ് മൈനസ് ജി ഡാഷ് എക്സ്. സോ ഡിഫറൻസ് ഓഫ് ദി ഡെറിവേറ്റീവ്സ് ഇസ് derivative of the difference is difference of the derivatives. Derivative of the sum is sum of the derivatives. For example, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. y എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 3 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. ഓക്കെ, ഇതിങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വേണ്ടി ഞാനിങ്ങനെ എഴുതാം, പക്ഷെ നിങ്ങൾക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 3. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ. 2xൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് റൂൾ പറഞ്ഞു, 2xൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് 2 പുറത്തേക്ക് എഴുതുന്നു, എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, സോ 2 ഇൻറ്റു 1 എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതിങ്ങനെ എഴുതണമെന്നില്ല. പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 3 ഈസ് എ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ,
So you can write this is 3x square plus 2x. 2x 2 into 1 plus 0. So you get 3x square plus 2. Okay. അല്ല വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡിഫറൻസ് ആണെന്ന് വിചാരിക്കൂ. y is equal to e raised to x minus root x. Then derivative is derivative of e raised to x minus തന്നെ എഴുതുന്നു root x ന്റെ ഡെറിവേറ്റീവ്. root x ന്റെ ഡെറിവേറ്റീവ് 1/2 root x. So this is the derivative. Okay. ഒരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ ഒരു കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റന്റിന്റെ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതുന്നു, എന്നിട്ട് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എഴുതുന്നത്. ഓക്കെ. 2 എന്ന് മാത്രം എഴുതിയെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്. 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവോ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1 കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 2 ആണ്. 2 ഇൻറ്റു 1 ആണ്. 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 2x ആണ്. ഓക്കെ, അതൊന്ന് ഓർത്തേക്കണം കേട്ടോ. നൗ ഇത് ഞാൻ എഴുതിയത് ഈ ആരോ ഇട്ടത് ഡെറിവേറ്റീവ് ആണ്. ഇത് ഫംഗ്ഷൻ, ഇത് ഡെറിവേറ്റീവ്. ആരോനും പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു പെട്ടെന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. അത് സെക്കൻഡ് റൂൾ. ഈ അടുത്ത റൂള് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, അങ്ങനെ പറയുന്ന പ്രോഡക്റ്റ് റൂൾ. നെക്സ്റ്റ് ഇസ് പ്രോഡക്റ്റ് റൂൾ. സോ നെക്സ്റ്റ് വി റൈറ്റ് തേർഡ് റൂൾ ഇസ് പ്രോഡക്റ്റ് റൂൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ സം ഓഫ് ഫങ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സിന്റെ സമ്മാണ്, ഡിഫറൻസിന്റെ ഡെറിവേറ്റീവ്സിന്റെ ഡിഫറൻസ് ആണ് എങ്കിൽ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ്സിന്റെ പ്രോഡക്റ്റ് അല്ല. ഓക്കെ, അത് നിങ്ങൾ ഓർത്തേക്കുക. എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവും ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവും കൂടി എടുത്തിട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ അല്ല, ഇതല്ല ഡെറിവേറ്റീവ്. ഇത് y ആണെങ്കിൽ ഇതല്ല dy/dx കേട്ടോ, ഇതല്ല. പിന്നെ എന്താണ് ഡെറിവേറ്റീവ്? അതാണ് റൂള് പറയുന്നത്. ഇതാണ് ഒരു പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ്. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ അറിയാം, എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം, എഫ് ഡാഷ് എക്സ് ആണ്. ജി എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം, ജി ഡാഷ് എക്സ് ആണ്. ആൻഡ് യു ആർ ഗിവൺ എ പ്രോഡക്റ്റ് ഓഫ് ദി ഫംഗ്ഷൻസ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്. ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of the second plus second function into derivative of the first. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്താനും മതി കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് is equal to first function into derivative of the second plus second function into derivative of the first. ഇതൊക്കെ എളുപ്പത്തിൽ നമ്മളുടെ ആ ഡെഫിനിഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ചെയ്യുന്നില്ല എന്നുള്ളൂ. ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഞാൻ തന്നെ പ്രൂവ് ചെയ്യണമെന്നൊന്നുമില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, d/dx of e raised to x. So e raised to x into derivative of x square is 2x plus x square into derivative of e raised to x is e raised to x. So this is the answer, 2x e raised to x plus x square e raised to x. Or you may write e raised to x into 2x plus 1 or x e raised to x into x e raised to x വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. x e raised to x into 2 plus x or x plus 2. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് എന്ന് പറയാണ്.
x into sin x. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എക്സ് ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 ആണ്, സൈൻ എക്സ് വേറെ ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy by dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഞാൻ ഇനി റൂൾ എഴുതണില്ല പറഞ്ഞാൽ മതി, എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണമെങ്കിൽ എഴുതിക്കോളാം, നമ്മൾക്ക് എക്സാമിന് സ്റ്റെപ്സിനൊക്കെ മാർക്കും ഉണ്ടല്ലോ എഴുതിയേക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഓക്കെ, സോ യു ഗെറ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. So this is the answer. You will get x cos x plus sin x. Sin x into 1 is sin x. Okay, ഇതുപോലെ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇനി നാലാമത്തെ റൂള് ഇതേപോലെ തന്നെ കോഷ്യന്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് നാലാമത്തെ റൂള് പറയുന്നത്. അതിന് നമ്മൾ പറയുന്ന റൂളിൻ്റെ പേര് കോഷ്യൻ റൂൾ. കോഷ്യന്റ് ഓഫ് ടു ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ്സിൻ്റെ കോഷ്യൻ്റ് അല്ല. ഓക്കെ, എഫ് എക്സ് ബൈ ജി എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ആണോ നോക്കിയാൽ അല്ല, ഇതല്ല ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതല്ല ഇതിൻ്റെ ഡെറിവേറ്റീവ്. പിന്നെയോ, പിന്നെ എന്താണ് ഡെറിവേറ്റീവ്? അതാണ് നമ്മൾ കോഷ്യൻ റൂൾ പറയുന്നത്. റൂൾ സേസ് ദാറ്റ് കോഷ്യന്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു, അപ്പം ഞാൻ ഇങ്ങനെ എഴുതണം, എന്താണ്, ഇഫ് y is f of x divided by g of x, then ഇവിടെ കോഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും g of x is non zero, then derivative dy by dx is, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ ഡിനോമിനേറ്റർ ആദ്യം എഴുതണം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ്, പ്ലസ് അല്ല മൈനസ്, ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ the whole divided by denominator square the whole square. Okay, അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കൂ. ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യൻ്റ് ഇസ് ഈക്വൽ ടു, അങ്ങനെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ജി എക്സ് ഇൻറ്റു എഫ് ഡാഷ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുമെന്നറിയില്ല. നിങ്ങൾ എന്തെന്ന് ഓർക്കുക, ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യൻ്റ് ഇസ് ഈക്വൽ ടു, അങ്ങനെ തന്നെ പറയാം, ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യൻ്റ് is equal to denominator into derivative of numerator, okay, minus numerator into derivative of denominator, the whole divided by denominator square. This is the rule. For example പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ y is equal to x square divided by e raised to x, അല്ലെങ്കിൽ x square plus 1 divided by e raised to x എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് dy by dx is equal to denominator into derivative of x square plus 1 minus numerator into derivative of denominator, the whole divided by denominator square. Okay, so you can write e raised to x into x square derivative 2x, 1 into derivative 0, minus x square plus 1 into e raised to x into derivative e raised to x, the whole divided by e raised to x ൻ്റെ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഇപ്പോൾ എക്സ് റേസ് ടു എ ദ ഹോൾ റേസ് ടു ബി എന്നുണ്ടെങ്കിൽ എക്സ് റേസ് ടു എ ബി എന്ന് എഴുതാം അല്ലേ, അങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇ റേസ് ടു എക്സ് ഇൻറ്റു 2, അതായത് 2x എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദി ആൻസർ. വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം, ഇ റേസ് ടു എക്സ് ഇൻറ്റു 2x ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ്, വേണമെങ്കിൽ ഇ റേസ് ടു എക്സിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം അല്ലേ, e raised to 2x. You can write e raised to x outside. You can write e raised to x outside. You can write this as 2x minus x square minus 1.
the whole divided by e raised to 2x. So ഒരു e raised to x കട്ട് ചെയ്ത് കളഞ്ഞാൽ you will get 2x minus x square minus 1 divided by e raised to x. ഇങ്ങനെയാണ് കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടെ പറയണമെങ്കിൽ പറയാം. വേറൊരു എക്സാമ്പിൾ, സേ y is equal to sin x divided by say x cube minus something, say x cube minus 2. Okay, so the derivative is dy by dx is equal to denominator x cube minus 2 into the derivative of the numerator sin x ന്റെ derivative cos x minus numerator into x cube minus 2 ന്റെ derivative 3x square the whole divided by x cube minus 2 ന്റെ square. This is the derivative. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, അത്രേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ റൈറ്റ് എക്സ് ക്യൂബ് മൈനസ് 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് 3x square സൈൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ദി ആൻസർ. അപ്പോൾ ഇതിനാണ് കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത്, കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഒരു സാധനം കൂടി, അതായത് കോമ്പോസിറ്റിന്റെ ഡെറിവേറ്റീവ്. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? കോമ്പോസിറ്റ്, അഞ്ചാമത്തെ റൂള് കോമ്പോസിറ്റ്. അതിനെ പറയുന്ന പേരുണ്ട് ചെയിൻ റൂൾ. ചെയിൻ റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂൾ എന്ന് പറയും. ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂൾ. ആ റൂൾ പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇപ്പം ഒരു ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് നിങ്ങൾക്കിപ്പോൾ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം, 1/x ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം, കോസ് എക്സ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ലോഗ് ഓഫ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈൻ ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് പറയുന്നതാണ് കോമ്പോസിറ്റ് എന്ന്. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്, എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് സം 2x + 3. Then you can write the composite f composite g or g composite f. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, f composite g. f composite g of x is nothing but f of g of x. f of g of x എന്ന് പറഞ്ഞാൽ f of g of x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 2x + 3. ഈ ഒരു എക്സാമ്പിളിന്റെ കേസിലാണെങ്കിൽ ഫോർ ദിസ് എക്സാമ്പിൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് 2x + 3 എന്ന് വരും. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് 2x + 3 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 2x + 3 അതിൻ്റെ സ്ക്വയർ. ഇത് 2x + 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, കോമ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ 2x² + 3 എന്ന് പറയുന്നത് എന്ത് വരും? ജി കോമ്പോസിറ്റ് എഫ് ആയിട്ട് വരും. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് ജി ഓഫ് വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ. സോ ജി ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഇസ് 2x + 3. അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് 2x² + 3. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ കാണുമ്പോൾ ഇപ്പം ഈ രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് 2x + 3യുടെ സ്ക്വയർ എന്ന് കാണുമ്പോൾ ഇത് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം 2x + 3 എന്ന് വന്നേക്കുന്നതാണെന്ന് മനസ്സിലായാൽ ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ അറിയാമെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് അറിയാം. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ ലോഗരിതം ഓഫ് സൈൻ എക്സ് എന്ന് വന്നേക്കാണ്. ലോഗരിതം ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഇപ്പം ആദ്യം ഞാൻ ഇത് നോക്കാം കേട്ടോ, രണ്ടാമത്തെ പിന്നെ നോക്കാം, ഇത് പിന്നെ നോക്കാം. ആദ്യം ഇത് ഞാൻ കട്ട് ചെയ്യുവാണേ. ഓക്കെ, ലോഗരിതം ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എന്താണെന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ നിങ്ങളിത് ഇതിൻ്റെ പ്രിമിറ്റീവ് ഫംഗ്ഷൻ, ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ലോഗരിതം ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാൻ നിങ്ങൾക്ക്. ഈ ലോഗരിതം ഓഫ് എക്സിൽ എക്സിന് പകരം വേറൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പം ലോഗരിതം ഓഫ് എക്സിൻ്റെ അകത്ത് എക്സിന് പകരം വേറെ എന്തോ വന്നിരിക്കുന്നതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ലോഗരിതം ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗരിതം ഓഫ് എക്സിൻ്റെ ലോഗ് എന്നതിന് പകരം വേണമെങ്കിൽ നമുക്കിത് ലോഗെന്ന് ബേസ് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ലോഗരിതം വിത്ത് ടു ദ ബേസ് ഇ ആണെന്നാണ് കേട്ടോ. ബേസ് എഴുതിയിട്ടില്ലെങ്കിൽ മാത്തമാറ്റിക്സ് നമ്മളിപ്പോൾ പറയുമ്പോൾ ലോഗ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ബേസ് ഇ ആയിട്ടാണ് കാണുന്നത്, നാച്ചുറൽ ലോഗരിതമായിട്ടാണ് കാണുന്നത്. എക്കണോമിക്സുകാർക്കും കൊമേഴ്സുകാർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കൊമേഴ്സിലും എക്കണോമിക്സിലൊക്കെ ലോഗ് എന്ന് എഴുതിയ കോമൺ ലോഗരിതമാണ്, ബേസ് 10 ആണ്. ലോഗ് എന്ന് മാത്രം എഴുതിയാൽ അതിൻ്റെ മീനിങ് ബേസ് 10 ആണെന്നാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ പൈസ, കറൻസി കാര്യങ്ങളെല്ലാം നമ്മൾ ബേസ് 10 മൾട്ടിപ്പിൾസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയുള്ളത്. അതേസമയം മാത്സിൽ ലോഗ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ബേസ് ഇ ആണ്, നമ്മുടെ ഇ എന്താണ്, നമ്മുടെ ഇറാഷണൽ നമ്പർ ഇ. ഓക്കെ, അപ്പോൾ ലോഗരിതം ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അതിൽ എക്സിന് പകരം വേറെ എന്ത് വന്നാലും, ലോഗരിതത്തിൻ്റെ അകത്ത് എക്സിന് പകരം വേറെ എന്ത് വന്നാലും, ഇവിടെ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ചെയിൻ റൂൾ പറയുന്നത് ഇതാണ്: ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന ആ എക്സിന് പകരം വന്നിരിക്കുന്ന സാധനം തന്നെ എഴുതുക. ആൻസറിലും എക്സിന് പകരം ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന എക്സിന് പകരമുള്ള സാധനം എഴുതുക. എന്നിട്ട് ആ സാധനത്തിൻ്റെ എക്സിന് പകരം വന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായെന്നറിയില്ല, ഒന്നുകൂടെ പറയാം. നിങ്ങളിപ്പോൾ ലോഗരിതം ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങളൊന്ന് ഓർക്കുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? ഇവിടെ സൈൻ എക്സ് ആണ് ഉള്ളത്. അപ്പോൾ 1/xന് പകരം ഇവിടെയുള്ള സാധനം എഴുതുന്നു, സൈൻ എക്സ് എഴുതുന്നു. 1/xന് പകരം 1/sin x. എന്നിട്ട് ഈ എക്സിന് പകരം വന്നേക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് കിട്ടും. കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ടെക്സ് ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. അത് അറിയാമെങ്കിൽ എനിക്കിതിനെ കോട്ടെക്സ് എന്ന് എഴുതാം. അത് ട്രിഗ്നോമെട്രി പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കും കേട്ടോ. അതായത് സൈനും കോസും വെച്ചിട്ട് ആ ബാക്കിയെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ടാൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയേക്കാം. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ്. സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. കോസ് എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ്. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ്. ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആയതുകൊണ്ട് ഇത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ് റെസിപ്രോക്കൽ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ തീറ്റ എന്നാണെങ്കിൽ ഇതിനെ പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. എ ബി എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്, ബി സി ഓപ്പോസിറ്റ് സൈഡ്. തീറ്റയുടെ അടുത്തുള്ള സൈഡ് ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ എന്നുള്ള ആംഗിളിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും ഈ സൈൻ എക്സ് കോസ് എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ അതിൽ നിന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഫങ്ഷൻ
ൻ്റെ ഡെറിവേറ്റീവ് അറിയാം. അതായത് y എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് എങ്കിൽ നിങ്ങൾ ആദ്യം dy by dx കാണാൻ നേരം ഈ എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഏത് ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം വേറെ എന്തോ വന്നിരിക്കുന്നതാണ് ഇത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അതിൻ്റെ അകത്ത് എക്സിന് പകരം ജി ഓഫ് എക്സ് ഇടാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് ജി ഓഫ് എക്സ് വരുമ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്, എക്സിന് പകരം ജി ഓഫ് എക്സ്. എന്നിട്ട് ഈ എക്സിന് പകരം വന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ജി ഡാഷ് എക്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, നമ്മളൊരു സാധനം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നില്ലേ, സൈൻ ഓഫ് ലോഗ് എക്സ്, y is equal to സൈൻ ഓഫ് ലോഗ് എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണിത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ പ്രിമിറ്റീവ് ഫംഗ്ഷൻ ആദ്യം മനസ്സിലാക്കണം. സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ അകത്ത് എക്സിന് പകരം ലോഗ് എക്സ് വന്നിരിക്കുന്നതാണ്, അല്ലാതെ ലോഗ് എക്സിൻ്റെ അകത്ത് എക്സിന് പകരം സൈൻ എക്സ് വന്നിരിക്കുന്നതല്ല. ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, കോസ് എക്സ്. അപ്പോൾ എക്സിന് പകരം ഇപ്പോൾ ഇവിടെ വേറെ എന്തോ ആണ്, സൈൻ എക്സിൽ എക്സിന് പകരം ഇപ്പോൾ വേറെ എന്താണ്, ലോഗ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുമ്പോൾ ദെൻ dy by dx എന്ന് പറയുന്നത് സൈൻ എക്സിന് പകരം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, എക്സ് അല്ല ഇവിടെ വേറെ എന്തായിക്കോട്ടെ, കോസ് ഓഫ് ദാറ്റ് തിങ്, കോസ് ഓഫ് ലോഗ് എക്സ്, കോസ് ഓഫ് എക്സ് അല്ല കോസ് ഓഫ് ലോഗ് എക്സ് ഇൻ ടു ആ എക്സിന് പകരം വന്നിട്ടുള്ള സാധനത്തിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, സോ യു ഗെറ്റ് കോസ് ഓഫ് ലോഗ് എക്സ്, കോസ് ഓഫ് ലോഗ് എക്സ് ഇൻ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x, 1/x. ദിസ് ഇസ് ദി ആൻസർ. ഒരു എക്സാമ്പിളും കൂടെ പറയാം, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഡെറിവേറ്റീവ് അറിയാം അല്ലേ, കണ്ടുപിടിക്കാനായിട്ട് റൂൾസ് ഉണ്ട്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം 2x പ്ലസ് 2 ആയിരിക്കും. ഇതിൻ്റെ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഒക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്വയർ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. പക്ഷെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പവറാണ്, സേ ഫോർ എക്സാമ്പിൾ റേസ് ടു 10 എന്നാണ് വന്നേക്കണേ. എക്സ്പാൻഡ് ചെയ്യാനൊന്നും നമുക്ക് മെനക്കെടാൻ വയ്യ, റേസ് ടു 10 ആണ്, അത്രയും ടേംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ, ഇതിനെ നമുക്ക് എക്സ് റേസ് ടു 10 പോലെ കാണാം. മനസ്സിലായോ? ഇതിൻ്റെ ഒരു പ്രിമിറ്റീവ് ഫംഗ്ഷൻ നിങ്ങൾ ആലോചിക്കുക. എക്സ് റേസ് ടു 10 എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം എഫ് ഓഫ് എക്സ് വന്നിരിക്കണം, വേറെ എന്തോ വന്നിരിക്കണം. അപ്പോൾ എക്സ് റേസ് ടു 10 ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ എന്ത് റേസ് ടു 10 ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ചെയിൻ റൂൾ വെച്ചിട്ട് എഴുതാം. എക്സ് റേസ് ടു 10 ഡെറിവേറ്റീവ് എന്താണ്, 10 × എക്സ് റേസ് ടു 9 ആണ്. അങ്ങനെയാണെങ്കിൽ എനി ഫംഗ്ഷൻ റേസ് ടു 10 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 10 × ദാറ്റ് ഫംഗ്ഷൻ, എക്സിന് പകരം വന്നേക്കുന്നത് എന്താണോ അത് റേസ് ടു 9 ഇൻറ്റു എക്സിന് പകരം വന്നേക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഹിയർ dy by dx will be x raised to 10 into derivative 10 into x raised to 9. So x ന് പകരം എന്താണോ ആ സാധനം raised to 9 into derivative of that സാധനം. ഓക്കെ, എന്ത് സാധനം, x square plus 2x plus 3. ഓക്കെ, എന്തെങ്കിലായിക്കോട്ടെ, x square plus 2x plus 3 here. So you get 10 into, that is 10 into x square plus 2x plus 3 raised to 9 into derivative of x square plus 2x plus 3, that is 2x plus 2. You may take this 2 outside, you can write 20 into x plus 1 into x square plus 2x plus 3 the whole raised to 9. This is the answer. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇതാണ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ is a rule telling about the derivative of a composite of two functions. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂൾസ്. ആദ്യം കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിക്കണം, എന്നിട്ട് ഈ റൂൾസ് പഠിക്കണം. സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് അത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് അങ്ങനെ തന്നെ പുറത്തേക്ക് എഴുതുന്നു, എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഴുതുന്നു. സമ്മും ഡിഫറൻസും വളരെ എളുപ്പമാണ്. ഡെറിവേറ്റീവ് ഓഫ് എ സം ഓർ ഡിഫറൻസ് ഇസ് ദി സം ഓർ ഡിഫറൻസ് ഓഫ് ദി ഡെറിവേറ്റീവ്സ്. പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്.
കോഷ്യന്റിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ ചെയിൻ റൂൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് പ്രിമിറ്റീവ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ആലോചിക്കുക മനസ്സിൽ, എന്നിട്ട് അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ മനസ്സിലാലോചിക്കണം. ആദ്യം എഫ് ഡാഷ് എക്സ് ആണെന്ന്, അതിൽ എഫ് ഡാഷ് എക്സിൽ എക്സിന് പകരം ജി ഓഫ് എക്സ് എഴുതുക, എന്നിട്ട് ആ എക്സിന് പകരം വന്നിട്ടുള്ള ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, ഇത്രയാണ് റൂൾസ്. ഇത്രയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി. Okay.